ഹലോ നമസ്കാരം. ഞാനേ പറമ്പിൽ നൈസായിട്ട് ജാതിക്ക പറക്കാനായിട്ട് ഇറങ്ങിയതാണ്. കിളികൾ ഇരുന്നിട്ട് അവിടെ ഭയങ്കര കരച്ചിൽ. പക്ഷേ വെള്ളം കുടിക്കാനൊക്കെ നയിച്ചിട്ടായിരിക്കും പാവങ്ങൾ അല്ലേ. ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റില്ലല്ലോ, നമുക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കിളികളുടെയും അണ്ണാൻ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മളൊന്നും വളർത്തണമെന്നല്ല കേട്ടോ, ഇവിടെ പറമ്പിൽ ഓടിച്ചാടി നടക്കണതാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കാം, കുടിക്കാൻ നോക്കാം. വെള്ളം അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് തുറന്നു കൊടുത്താൽ കിളികൾക്ക് കുളിക്കുകയെ എന്ത് വേണം ചെയ്യാലോ. ഇതാ കാണുന്നത് നമ്മുടെ മോട്ടോർ ഷെഡ്. ആകെ പ്രശ്നത്തിലായിരുന്നു, ഒരുവിധം വലിച്ചു കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മഴയൊക്കെ പെയ്യണാറുണ്ട് സെറ്റാക്കി. ഇവിടെ അടുത്ത് ഈ പള്ളി പെരുന്നാളുണ്ട്, അപ്പോൾ അതിൻ്റെയാണ് ബാൻഡ് സെറ്റ് ചെയ്യണേടാ. പള്ളി പെരുന്നാളിൻ്റെ ചൂടി മോട്ടോർ ഉണ്ണിയായിട്ട് ഫസ്റ്റ്. അങ്ങനെ വെള്ളം ഇവിടെ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കിളികൾ വരുമോയെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് മാറി നിൽക്കാം, ഒളിച്ച് നിൽക്കാം. അവർ കാണാണ്ട്. ഇപ്പോൾ അവർക്ക് കണ്ടിട്ട് ചിലപ്പോൾ വരാനൊരു മടി ഉണ്ടെങ്കിലും അല്ലേ. കിളികളെ കരച്ചിൽ അവിടെ കേൾക്കുന്നുണ്ട്, പക്ഷേ കിളികളിങ്ങോട്ട് എത്തിയിട്ടില്ല. അവർ ചിലപ്പോൾ ഒന്നിലേ വെള്ളം കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പേടിച്ചിട്ടാവും. നമുക്ക് നോക്കാം, നമുക്ക് ഈ മറവിൽ നിന്നിട്ട് ഒളിച്ച് നോക്കാം. ഒരുമാതിരി കുളിക്കടവല കുളി നോക്കണ പോലെ ഉണ്ടല്ലോ അല്ലേ. വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കില്ല, അപ്പം ചിലപ്പോൾ അവർക്ക് പേടിയുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കും. ഇവിടെ കുറച്ച് നേരം എന്തെങ്കിലും വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് അപ്പുറ സ്ഥലത്ത് വിട്ട് കഴിഞ്ഞാൽ കിളികൾക്ക് ഒന്നുകൂടി ഫ്രീ ആയിട്ട് വന്നിട്ട് ചിലപ്പോൾ അവരുടെ കുളിപ്പരിപാടിയൊക്കെ നോക്കാം. ഇവിടെ വെള്ളം എന്തായാലും അത്യാവശ്യം കുറച്ച് നേരം ഇവിടെ കെട്ടി നിൽക്കും. അതിനുള്ളിൽ നമുക്ക് കിളികൾ വരും നോക്കാം. അപ്പോൾ ഈ വെള്ളം ഇവിടേക്ക് തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ജാതിയുടെ ഇടയ്ക്ക് വീണ്ടും നമുക്ക് മാറി നോക്കാം. കുറച്ച് നേരമായി ഇരിക്കണേ, കിളിയൊന്നും വന്നിട്ടില്ലെന്ന്. അപ്പോൾ അത് ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ചൗറ്റിലെ കിളി എന്ന് പറയും, അങ്ങനത്തെ ഒരു കിളിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തൊപ്പിക്കിളി വന്നിട്ടുണ്ട്. തൊപ്പിക്കിളി വന്നിട്ടാണ് ഇത് ഈ കുളിച്ചു പോകുന്ന തൊപ്പിക്കിളിയാണ്. കണ്ടോ, ചവിട്ടിലെ കിളി വരുമ്പോൾ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. ചവിട്ടിലെ കിളികൾ കുറച്ച് അധികം വന്നിട്ടുണ്ട്. വീണ്ടും തൊപ്പിക്കിളി വന്നു. രണ്ടുപേരും ഒരുമിച്ച് വിളിക്കില്ല കേട്ടോ. ഇവിടെ ഒരു കിളി ഷവറിൽ വിളിച്ച് പരിചയമുള്ള കിളിയാണെന്നുകൊണ്ട് ഇതിൻ്റെ അടിയിൽ മാത്രം നിൽക്കണുള്ളൂ പുള്ളി. ഇല്ലാളി താമസിച്ചാലും കുട്ടികൾ വന്നല്ല, അത് മതി. നമുക്ക് പറഞ്ഞ ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. നല്ല കാശ്.